ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണം വിത്ത് ദേവഗിരി ഇന്ന് കാണാം. എങ്ങനെയാണ് ദേവഗിരി കോളേജിലെ ഓണം സെലിബ്രേഷൻ എന്നുള്ളത്. ഫൈനൽ ഇയേഴ്സിന് എൻട്രി ഉണ്ടാവും, അതുപോലെ തന്നെ കോമൺ ഓണം പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിന്ന് ഓണം പ്രോഗ്രാംസ് ആണ് ദേവഗിരിയിലെ. സോ സ്റ്റേ ട്യൂൺ. ദേവഗിരിയിലെ ഏറ്റവും കിടിലം സെലിബ്രേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുമത് ദേവഗിരിയിലെ ഓണം സെലിബ്രേഷനാണെന്ന്. അത്രയും കിടിലാണ് ദേവഗിരിയിലെ ഓണം സെലിബ്രേഷൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ദേവഗിരിയിലെ ഹോസ്റ്റലേഴ്സ്, അതായത് ടാഗോറിയൻസിൻ്റെ എൻട്രിയാണ്. നമ്മൾ ഗോഡ് ഫാദറിലൊക്കെ കണ്ട ആ സെയിം ഹോസ്റ്റൽ ഇന്നും അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ എൻട്രിയാണ് കേട്ടോ അത്. അപ്പോൾ അവരുടെ കളർ കോഡായിരുന്നു ഈ പേർപ്പിൾ കളർ കോഡ്. പിന്നീട് നടന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വടംവലിയായിരുന്നു കേട്ടോ. അതിൽ ജെൻസിൻ്റെ വടംവലി ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിൻ്റെ വടംവലി ഉണ്ടായിരുന്നു, ഒക്കേത്തിൻ്റെ ഫൈനലായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ റൗണ്ട്സും ഓൾമോസ്റ്റ് എലിമിനേറ്റായി ഫൈനൽസ് മാത്രമാണ് കേട്ടോ ഓണത്തിന് നടത്തിയത്. അപ്പോൾ ഇത് നമ്മുടെ ഓണം സെലിബ്രേഷനിലെ വടംവലിയുടെ വീഡിയോ ആണ്. അതിൽ ഇത് ലേഡീസ് ടീച്ചേഴ്സിൻ്റെ വടംവലിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് A-B എന്ന് പറഞ്ഞ 2 ടീമുമായിട്ട് സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് നമ്മൾ ഈ വടംവലിച്ചത്. ഇതിൽ നോക്കിയാൽ കാണാം, ഇതിൽ ഈ 4th നിൽക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടഫ് വടംവലി എന്ന് തന്നെ പറയാം. പക്ഷേ ഫൈനലി നമുക്ക് നമ്മുടെ ആ ഒരു ഏരിയ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ 2 റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ B ടീം വരെ ജയിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ കുറച്ച് ടഫായിരുന്നു, എന്നാലും ഫൈനലി നമ്മൾ തന്നെ വിൻ ചെയ്തു. കോളേജിൽ നോർമലി ഉച്ചവരെ കോമൺ ഓണം സെലിബ്രേഷനും അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓണം സെലിബ്രേഷനും ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊന്നും നമുക്കങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇപ്രാവശ്യം നമ്മൾ കൾച്ചറൽ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗെയിംസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുപോലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയേഴ്സിൻ്റെ പ്രോഗ്രാംസ്. നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു പ്രോഗ്രാംസ്. അതുകൊണ്ട് എല്ലാവർക്കും കുറച്ചും കൂടെ ആവേശം കൂടുതലായിരുന്നു ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മിനിറ്റൊക്കെ പേര് തന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടും നമുക്ക് ഈ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്തു പോയി. കോളേജൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും കോളേജിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്നത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ